ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട്, യേശുവിന്റെ സാക്ഷ്യത്തോട് ബന്ധപ്പെട്ട് ഈ മാധ്യമത്തിൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ കർത്താവ് നൽകുന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ മെസ്സേജ് വരെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മാറ്റൊലി ഹൃദയങ്ങളിൽ മുഴങ്ങിയ സകല കുടുംബങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പവർ വിഷന്റെ ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളമായി അറിയുവാൻ വാഞ്ചയോടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. റഹബോത്ത് മീഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സകല പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. പ്രത്യേക ഈ 18ാമത്തെ എപ്പിസോഡ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദോഹയിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന കർത്താവിന്റെ ദാസൻ ബ്രദർ ജോർജ് മാത്യു. റഹബോത്ത് മീഡിയയെ സ്നേഹിക്കുകയും അതിനേക്കാൾ ഉപരി ഈ മാധ്യമത്തിൽ കൂടി കേൾക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അതിരറ്റാഗ്രഹിക്കുകയും ദാഹിക്കുകയും തന്റെ ശരീരത്തിൽ ആ ദൈവശക്തിയെ മനസ്സിലാക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസൻ ബ്രദർ ജോർജ് മാത്യുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഈ എപ്പിസോഡ് നിന്റെ ദാസന്റെ ഭൗതിക നന്മയിൽ നിന്ന് ഒരു അംശം മുടക്കി ഇത് സ്പോൺസർ ചെയ്യുന്നതിന്റെ നന്മ ഈ 5 മാസം വെളിപ്പെട്ടു വരട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ദൈവം അനുഗ്രഹിക്കട്ടെ. തന്നെ തന്റെ കുടുംബത്തെ ആത്മീയമായും ഭൗതികമായും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പ്രത്യാശിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം വളരെ വ്യക്തമായി വെളിപ്പെട്ടതിനെ കുറിച്ചാണ് ഓരോ വാക്കുകളിൽ കൂടി നാം കഴിഞ്ഞ എപ്പിസോഡ് വരെ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. വളരെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ ടെലിഫോണിൽ വിളിക്കുകയുണ്ടായി, പാസ്റ്റർ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ദാഹിക്കുന്ന സമയമാണ്, ആ മെസ്സേജ് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അതെ, ഈ തലമുറ അന്ത്യകാലമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അധികം വ്യാപരിക്കുന്ന കാലങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. സകല അസാധ്യങ്ങൾക്കും പരിഹാരം പരിശുദ്ധാത്മാവാകയാൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടെ ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് അവന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട് എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുക. നമുക്ക് പോകാം മർക്കോസിന്റെ മാർഗ്ഗത്തിലേക്ക്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഒരു വലിയ മുഴക്കത്തോടു കൂടി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 2-ാമത്തെ വാക്യം നമ്മെ പരിചയപ്പെടുത്തുന്നു. എന്നാൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞ് 4-ാമത്തെ വാക്യം ഉപസംഹരിക്കുമ്പോൾ, യെരൂശലേം ദേവാലയത്തിൽ പള്ളിപ്പെരുന്നാളിന് വേണ്ടി ഓടിക്കൂടിയ ഏതാണ്ട് 10-16 രാജ്യത്തെ ജനങ്ങൾ പെരുന്നാളിന് വന്നതാണെങ്കിലും മുഴക്കം കേട്ടപ്പോൾ മുഴക്കം കേട്ട ഇടത്തേക്ക് അവർ ഓടുവാൻ തുടങ്ങി. ഓടിച്ചെല്ലുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്ന 120 പേരുടെ മേൽ പകർന്ന പരിശുദ്ധാത്മ ശക്തിയെ അവർ ദർശിച്ചു. അവർ വായു തുറന്ന് പറയാൻ തുടങ്ങി, നാം നമ്മുടെ ഭാഷയിൽ, നാം ജനിച്ച നമ്മുടെ ഭാഷയിൽ അവരെന്താണ് സംസാരിക്കുന്നത്? ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ, മലയാള ബൈബിളിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നു എന്ന് അവർ പറയുന്നു. എന്നാൽ ചിലർ പറയുന്നു ലഹരി പിടിച്ചിട്ടാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഊഹാപോഹങ്ങളില്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് തെറ്റിദ്ധാരണകളില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരണകൾ നന്മയാണ്. അതെന്തെന്ന് അറിയുവാൻ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കൃപ നൽകട്ടെ. പെട്ടെന്നാണ് ദൈവത്തിന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം, ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം പത്രോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവസഭയുടെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. ആമേൻ. ദൈവസഭയുടെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്ന പത്രോസിന് എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. കാര്യം അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. എന്നാൽ അന്യഭാഷകളിൽ മണിക്കൂറുകൾ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ 14-18 1 കൊരിന്ത്യർ അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഹെവൻലി മെസ്സേജ് തന്റെ നാവിലേക്ക് പരിശുദ്ധാത്മാവ് പകരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, അഭിഷേകത്തിന്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മറ്റൊരാളുടെ പുറകെ ഓടുന്നതിനേക്കാളും നല്ലത്, മറ്റൊരു ഡിക്ഷണറി തപ്പുന്നതിനേക്കാൾ നല്ലത്, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മണിക്കൂറുകൾ അന്യഭാഷകളുമായി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാൽ മനുഷ്യൻ പ്രിപ്പയർ ചെയ്തതല്ല, ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും ഉതകുന്ന ഹെവൻ, സ്വർഗം പ്രിപ്പയർ ചെയ്ത മെസ്സേജ് നിങ്ങളുടെ നാവിലെത്തുമെന്ന ആ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. മെസ്സേജിൽ എഴുന്നേൽക്കുന്നു. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇത് ലഹരി പിടിച്ചിട്ടുള്ളതല്ല. സമയം ഇത്രയല്ലേ ആയുള്ളൂ. പിന്നെ ഇതെന്താണ്? അവിടെയാണ് ആമേൻ ബൈബിൾ പ്രവചനത്തിന്റെ സൂക്തങ്ങൾ താൻ കോരിയെടുക്കുന്നത്.
ഇത് യോവേൽ പ്രവചിച്ച പ്രവചനമാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ യോവേൽ പ്രവചിക്കുന്ന പ്രവചനത്തിന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് ദൈവസഭയുടെ പ്രാരംഭ നയപ്രഖ്യാപന പ്രസംഗത്തിൽ താൻ പ്രസംഗിക്കുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ, നിങ്ങളുടെ യൗവനക്കാർ, ആമേൻ, ലിംഗ വ്യത്യാസം കൂടാതെ, പ്രായവ്യത്യാസം കൂടാതെ ആമേൻ പരിശുദ്ധാത്മാവിനെ പകരുന്ന ഒരു കാലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ആമേൻ അപ്പോസ്തലൻ ആത്മാവിൽ അറിയിക്കുകയാണ്. അതും ആണ്ടുകൾക്ക് മുമ്പ് യോവേൽ പ്രവചിച്ച പ്രവചനത്തിന്റെ സൂക്തങ്ങൾ ഒപ്പിയെടുത്ത് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് അന്ത്യകാലമാകയാൽ. അവിടെ വായിക്കുന്നത് പുത്രന്മാർ, പുത്രിമാർ, ദാസന്മാർ, ദാസിമാർ, വൃദ്ധന്മാർ, യൗവനക്കാർ. ഇതൊക്കെ എവിടെയുള്ളവരാ? ഇതൊക്കെ അവരവരുടെ വീടുകളിലുള്ളവരാ. പുത്രനും പുത്രിയും വീട്ടിലുള്ളതാണ്, യൗവനക്കാരനും യൗവനക്കാരിയും വീട്ടിലുള്ളതാണ്, വൃദ്ധന്മാർ ആമൻ വീട്ടിലുള്ളതാണ്, ദാസന്മാർ ദാസിമാർ വീട്ടിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി, അന്ത്യകാല ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മാവ് പകരുന്ന ആ ദൈവശക്തി ആദ്യം സ്വീകരിക്കേണ്ടത് ഭവനങ്ങൾക്കകത്താണെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ അപ്പോസ്തലനാകുന്ന വിശുദ്ധ പത്രോസ് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. യോവേലിന്റെ പ്രവചനം അടർത്തിയെടുത്ത് കുടുംബങ്ങൾക്കകത്ത്, മറക്കരുത്, എൻഡ് ടൈം റിവൈവൽ അത് കപ്പിൾസ് റിവൈവൽ ആണ്. അത് കുടുംബമായൊരു റിവൈവൽ. അതിന് വേണ്ടത് കുടുംബമായ ഒരു അഭിഷേകം അത്രേ. ഇന്ന് പകൽ ഈ രഹബോത്ത് മീഡിയയിൽ കൂടി ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം ഇതുവരെ തുടങ്ങത്, ഒറ്റയ്ക്കായിരിക്കാം നിങ്ങൾ ദൈവത്തെ സേവിച്ചത്, ആരാധിക്കുന്നത് ഒറ്റയ്ക്ക്, പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്ക്, കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്ക്. കുടുംബം ഇതുവരെ നിങ്ങളോട് ചേർന്ന് വന്ന് കാണുകയില്ല. എന്നാൽ ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുകയാ. ഈ മെസ്സേജ് കേട്ട് തീരുമ്പോൾ നിശ്ചയമായും നിങ്ങൾ ഒറ്റയ്ക്ക് തുടങ്ങതിന് വിരാമം വരുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, കുടുംബമായ ഒരു അഭിഷേകത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരുവാൻ പോകുകയാ. എവിടെ കുടുംബത്തിൽ അഭിഷേകത്തിന്റെ തീ കത്തും, ആ കുടുംബം സ്വർഗീയമായിരിക്കും. പ്രിയരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുന്ന ദൈവത്തിന്റെ ആലോചന, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുന്ന ദൈവത്തിന്റെ ശബ്ദം ഹൃദയത്തിൽ നിങ്ങൾ കേട്ടുകൊള്ളുക. എന്നെ കേൾക്കുന്ന ആരോ പറയുന്നു, അതെ പാസ്റ്ററെ, ഞാൻ വർഷങ്ങളായി ഒറ്റയ്ക്കാണ്, ആരാധനയ്ക്ക് പോകുന്നത് ഒറ്റയ്ക്ക്, ആലയത്തിൽ വരുന്നത് ഒറ്റയ്ക്ക്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്ക്, ഞാൻ ഒറ്റയ്ക്കാണ് മുന്തിരിച്ചക്ക് ചവിട്ടുന്നത്. മതി സഹോദര, മതി സഹോദരി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുകയാ. ഓ, ഈ ശബ്ദം കേൾക്കുന്നതിൽ ഭാര്യമാരാണോ ശബ്ദം കേൾക്കുന്നത്? നിങ്ങൾ ഒറ്റയ്ക്കാണോ തുഴയുന്നത്? ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം സ്നാനപ്പെട്ടത്, മറ്റാരും നിങ്ങളുടെ കൂടെ കാണുകയില്ല, ഭർത്താവ് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുകയില്ല. അനുകൂലമാണെങ്കിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ പൊങ്ങി വരിക, നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ പൊങ്ങി വന്നിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുകയാ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കാൻ സമയമായി. നിങ്ങൾ ഒറ്റയ്ക്കിനി തുഴയണ്ട, നിങ്ങൾ കുടുംബമായി ദൈവത്താൽ സ്പർശിക്കപ്പെടാൻ പോകുകയാ. ആരൊക്കെയോ നിലവിളിച്ച് കരയുന്നുണ്ട്. ഓ രാമ ശംധരാബാസിയാര, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. ആരൊക്കെയോ ഒറ്റയ്ക്കിരുന്ന് നിലവിളിച്ച് ഭാരപ്പെടുകയാ. ഞാൻ എന്ന് കുടുംബമായി ദൈവത്തെ സേവിക്കുക, എനിക്കെന്ന് കുടുംബമായി സുവിശേഷ വേല ചെയ്യാൻ കഴിയുക, എന്നെനിക്ക് കുടുംബമായി ദൈവത്തെ സേവിക്കാൻ കഴിയും. ഏതൊക്കെയോ സഹോദരിമാർ ഭവനത്തിനകത്ത് ഈ സമയവും ഞെരുങ്ങി ഞെരുങ്ങി കരയുകയാ. പ്രിയരെ, കുടുംബജീവിതങ്ങൾ ഒത്തിരി തകർന്നിരിക്കുന്ന വല്ലാത്ത മേഖലകളിലേക്ക് ഞാനും നിങ്ങളും എത്തിയിരിക്കുകയാ. എന്റെയും നിങ്ങളുടെയും അപ്പനമ്മമാരുടെ കാലങ്ങളിൽ കൗൺസിലിംഗ് സെന്ററുകൾ ഇല്ലായിരുന്നു. എന്നാൽ നമ്മുടെ കാലം വന്നപ്പോഴോ ധാരാളം ഇടങ്ങളിൽ കൗൺസിലിംഗ് സെന്ററുകൾ. കുടുംബങ്ങൾക്കകത്ത് ആമേൻ ഒന്നിച്ച് ആത്മാവിൽ കയറിപ്പോകാൻ കഴിയാതെ ഭവനങ്ങൾ തകരുകയാ. ശുശ്രൂഷയുള്ള പല സഹോദരിമാരും അകത്ത് ഉടയുകയാ. ആത്മഭാരമുള്ള പല സഹോദരന്മാരും ഉത്തരവാദിത്തങ്ങളാൽ വീർപ്പുമുട്ടുകയാണ്. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പോഷിപ്പിക്കേണ്ടതിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഭർത്താക്കന്മാർ, വിദേശ രാജ്യങ്ങളിലെത്തിയ സഹോദരിമാരുടെ കഷ്ടപ്പാടുകൾ കാണാൻ കഴിയും. പകലത്തെ ഡ്യൂട്ടി, രാത്രിയിലെ ഡ്യൂട്ടി, എന്തിനാണ്? ഒരു കുടുംബത്തെ പോറ്റുവാൻ വേണ്ടിയാണ്. ഇത് ഞാൻ പറയുമ്പോൾ 10,000 പേർക്ക് ആശ്വാസമായില്ലെങ്കിലും ചിലർക്കെങ്കിലും ഇത് ആശ്വാസമായ രഹബോത്ത് മീഡിയയിൽ കൂടി പരിശുദ്ധാത്മാവ് സന്തോഷിക്കുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഏതൊക്കെയോ സഹോദരിമാർ ഉള്ള ഉടഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ അടുക്കളയ്ക്ക് വേണ്ടി മാത്രം നിങ്ങളെ പലരും തള്ളിക്കാണാം. അമ്മാവിയപ്പനും അമ്മാവിയമ്മയും ഒരുമിച്ച് ചേർന്ന് നിങ്ങളെ കേവലം പാചകക്കാരി എന്ന് പറഞ്ഞ് തള്ളിക്കാണാം. ഒരു നല്ല വാക്കുപോലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യത ഉണ്ടായി കാണുകയില്ല. എന്നാൽ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ അപ്പനോ നിങ്ങളുടെ അമ്മായിയപ്പനോ അമ്മയോ അമ്മായിയമ്മയോ അറിയാതെ നിങ്ങളുടെ രാത്രിയാമങ്ങളിൽ ബെഡ്
ബ്ലഡിൽ ഒഴുകുന്ന കണ്ണുനീർ മുഖാന്തരം നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ആത്മാവിൽ പൊക്കിയെടുക്കാൻ കരുത്തുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ സ്പർശിക്കുകയാണ്. പല കുടുംബങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടുത്തെ തിക്താനുഭവങ്ങൾ അറിയുവാൻ ഇടയായിട്ടുണ്ട്. അത്യധ്വാനങ്ങൾ മുഖാന്തരം, ഉപജീവനത്തോട് ബന്ധപ്പെട്ട് ഓടുന്നത് മുഖാന്തരം ആർക്കും അതിൻ്റെതായ നിലയിൽ ഉയരുവാൻ കഴിയുന്നില്ല, ഒന്ന് പൊങ്ങി വരുവാൻ കഴിയുന്നില്ല. എന്നാൽ അകത്ത് ആത്മഭാരമുള്ളവർ തടഞ്ഞും ഉടഞ്ഞും നിൽക്കുകയാണ്. ശ്രദ്ധിക്കൂ പ്രിയരെ, ജോലി തീർന്നിട്ടൊരു സമയമില്ല, അടുക്കളയിലെ പണി തീർന്നിട്ടൊരു സമയമില്ല. ആമൻ, കുഞ്ഞുങ്ങളുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം, ഭാര്യയുടെ കാര്യം, വീട്ടുകാരുടെ കാര്യം, അയ്യോ ഇതെല്ലാം തീർത്തതിന് ശേഷം നിനക്ക് അവന്റെ നാമത്തിന് വേണ്ടി ഓടുവാൻ കഴിയുകയില്ല. നിനക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്തത്, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത മേഖല ഇന്ന് ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് നീ ഒന്ന് വലിച്ചെറിഞ്ഞു കൊടുക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആത്മാവിൽ ഒരു ഗ്യാരണ്ടി രേഖാമൂലം എഴുതിത്തരാ. പരിശുദ്ധാത്മാവ് നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് കൈമാറുന്നു. ഒരു യങ് ടൈം റിവൈവലിന് വേണ്ടി, അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ യൂസ് ചെയ്യാൻ പോകുകയാണ്. ആരൊക്കെയോ പറയുന്നു ഇതിനേക്കാളും ഭേദം മരിക്കുകയായിരുന്നു. ആരൊക്കെയോ ചിന്തിക്കുന്നു ഇങ്ങനൊരു ജന്മം എനിക്ക് ആവശ്യമില്ല, പണ്ട് യോബ് പറഞ്ഞതുപോലെ ചാവള്ളിയെ പോലെ ആകാമായിരുന്നല്ലോ. ഒരിക്കൽ ഞാനൊരു ഫ്യൂണറൽ സർവീസിന് ചെല്ലുന്ന സമയത്ത് ഏതാണ്ട് മധ്യവയസ്കയായ ഒരു സഹോദരി, ആ സഹോദരിയുടെ ഡെഡ് ബോഡിയുടെ അടുക്കൽ ഒരു കർത്തൃദാസൻ സമുദായ സഭയിൽ, പട്ടത്ത സഭയിൽ പുരോഹിതനായിരിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അനുശോചന വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ വളരെ ശ്രദ്ധിച്ചു. ശ്രദ്ധേയമായൊരു വാക്കുകൾ. തന്റെ ഭർത്താവിന്റെ ഒപ്പം വളരെ അത്യധ്വാനം ചെയ്തു, വളരെ എല്ലുമുറിയെ പണിയെടുത്തൊരു സഹോദരി. ആ പുരോഹിത ശ്രേഷ്ഠനാകുന്ന മനുഷ്യൻ ആ സഹോദരിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനത്രേ. അദ്ദേഹം പറയുന്നു, എന്റെ അനിയത്തി കണ്ണടഞ്ഞു പോയതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അത് കേൾക്കുമ്പോൾ നാം വിചാരിച്ചു പോകും ഏതോ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് പറയുന്നത് പോലെ. അല്ല, ആ സഹോദരിയെ കുറിച്ച് ആ ജ്യേഷ്ഠന്റെ വാക്കുകൾ ഇപ്രകാരം: ജന്മം മുതൽ ഈ മരണസമയം വരെ എല്ലുമുറിയെ കഷ്ടപ്പെട്ടൊരു സഹോദരിയാ, ഇനിയെങ്കിലും അവൾ സ്വസ്ഥതയിൽ പ്രവേശിക്കട്ടെ. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും കഷ്ടങ്ങൾ തീരുന്നില്ല, കഷ്ടപ്പാടുകൾ തീരുന്നില്ല, ദുഃഖങ്ങൾ തീരുന്നില്ല, എനിക്കൊരു സ്വസ്ഥത മതി എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുന്നു. നിങ്ങളുടെ ശവസംസ്കാരം നിങ്ങൾ സ്വപ്നം കാണണ്ട. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ പോവുക. നിന്നെ ഈ പരുവത്തിൽ തകർക്കാൻ നോക്കിയ പൈശാചിക മേഖലകളെ ഉടയ്ക്കാൻ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇറങ്ങിയത് അതോടുകൂടി തീരുകയല്ലായിരുന്നു, മറിച്ച് ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു എവരി സൺഡേസ് പാമ്പാടി രഹബോത്ത് വർഷിപ്പ് സെന്ററിൽ ഈട്ടി മിന്നൽ പോലെ വെളിപ്പെടുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാ. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തെ കഷ്ടപ്പാട് തീരാൻ പോകുകയാ. മറക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ പറയും, പാസ്റ്റർ ഞാൻ അടുക്കളയിൽ തീയൂതി നിൽക്കുകയാണ്. ആമേൻ. ദൈവം പറയുന്നു, നോ, നിങ്ങളെ ദൈവം അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ പോകുകയാ. പരിശുദ്ധമ്മ പറയുന്നത് ഏതോ രാജ്യത്തിരുന്നു കൊണ്ട്, കേരളത്തിലെ ഏതോ ജില്ലകളിൽ ഇരുന്നു കൊണ്ട്, ഏതോ ചെറിയ വീടുകൾക്കകത്തിരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ചില കുടുംബങ്ങളെ ദൈവം പൊട്ടിച്ച് പുറത്തിറക്കാൻ പോകുകയാ. വെളിയുള്ള പലരുടെയും ഭർത്താക്കന്മാരെ പിശാച് ബന്ധിച്ചു, വെളിയുള്ള പലരുടെയും ഭാര്യമാരെ പിശാച് ബന്ധിച്ചു. വശീകരണത്തിന്റെ വാക്കുകളാൽ പല ഭർത്താക്കന്മാരും പലരുടെയും പിന്നാലെ ആയിപ്പോയി. പല കുടുംബങ്ങളും നരകയാതന അനുഭവിക്കുകയാണ്. അയ്യോ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഹൃദയത്തിൽ കേട്ടുകഴിയുമ്പോൾ തകർച്ച മാത്രം. കാര്യം എന്താ? ആമേ 10-23 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടിയെ പിന്നെ വളർത്തുവാൻ അപ്പനോ അമ്മയ്ക്കോ ചാൻസ് ഇല്ലാത്തത് കൊണ്ടല്ല ഒരു പുരുഷന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക പ്രിയരെ, പ്രപഞ്ചത്തിൽ ദൈവം വെച്ച ഏറ്റവും വലിയ ധർമ്മമാണ് കുടുംബജീവിതം, ഫാമിലി ലൈഫ്. അത് കൂടുമ്പോൾ ഇമ്പമുള്ളതാ. എന്നാൽ ശാപമുള്ള വീടിൽ കൂടുമ്പോൾ ഇമ്പമല്ല, കൂടുമ്പോൾ കലഹമത്രേ. മറ്റൊരു ദൈവദാസൻ പറഞ്ഞതുപോലെ പ്രേമ വിവാഹങ്ങൾ, വിവാഹം വരെ പ്രേമവും വിവാഹം കഴിയുമ്പോൾ കലഹവും അത്രേ. ദയവായി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരിമാരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, കോളേജ് ക്യാമ്പസിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞ് ദയവായി നിങ്ങളുടെ വീടിനെ നിങ്ങൾ മറക്കരുത്. അപ്പൻ നിങ്ങളെ സ്നേഹത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്നു എങ്കിൽ നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങളുടെ ഭാവിയുടെ ക്രമീകരണം. ഇനി നിങ്ങളെ വളർത്തുവാൻ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ല വിവാഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് ദൈവം കൊടുത്ത ധർമ്മം അത്രേ. സഹോദര, ഭർത്താവായിരിക്കാം നിങ്ങൾ, ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. പക്ഷെ എനിക്കൊരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുവാനുണ്ട്. നിങ്ങളുടെ മാത്രം മുഖത്തേക്ക് നോക്കി ഇറങ്ങിയ ആ ഒരേ ഒരു സഹോദരി, നിങ്ങളുടെ ഭാര്യ, ഒരുപക്ഷെ നിങ്ങളുടെ അപ്പന്റെ വാക്കോ നിങ്ങളുടെ അമ്മയുടെ വാക്കോ വേണ്ടെന്നല്ല. ആമേൻ. വിവാഹം കഴിഞ്ഞ് നീ നിന്റെ അമ്മയുടെ മടിയിൽ തല വെച്ചുറങ്ങുന്ന ഒരു ഭർത്താവെങ്കിൽ നിന്റെ ആ ഭാര്യയെ നീ വഞ്ചിക്കുകയത്രേ. ആമേൻ. ദൈവം നിങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചത് ആമേൻ അഭിഷേകമുള്ള തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി, ശാപമില്ലാത്ത തലമുറകളെ, അനുഗ്രഹമുള്ള തലമുറകളെ, ഭാരം
പാരമ്പര്യ ബന്ധനം ഇല്ലാത്ത തലമുറകള്, പൈശാചിക ബന്ധനം ഇല്ലാത്ത തലമുറകള്, റീഫ്രഷായ തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുമിപ്പിച്ചതത്ര. ഈ എപ്പിസോഡിൽ ഞാൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എന്റെ ശരീരത്തിലേക്ക് ഒരു ദൈവശക്തി വ്യാപരിക്കുന്ന എനിക്കറിയാം. എന്റെ ഏത് കഷ്ടങ്ങളിലും എന്റെ കുടുംബമായി എന്റെ കൂടെ നിന്ന്, പട്ടിണിയുടെ സമയ, ഭാരത്തിന്റെ സമയ, പാർക്കാൻ വീടില്ലാതിരുന്ന സമയ, മുമ്പോട്ട് പോകാൻ വഴിയില്ലാതിരുന്ന സമയ, ഒരു മുറിക്കകത്ത് കുടുംബജീവിതം തുടങ്ങിയ സമയ, പിന്നീട് ഒരു മുറിയിലേക്ക് അത് തുടർന്ന സമയ, അവിടെ എല്ലാം കൂടെ നിന്ന് കരയുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും, എന്തിനേറെ തകർന്ന് തരിപ്പണമാകുമ്പോൾ സാരമില്ല, വഴി ദൈവം തുറക്കുമെന്ന് പറഞ്ഞ് ബലപ്പെടുത്തിയത് എന്റെ കുടുംബമാണ്. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ആമീൻ എന്റെ മൊബൈലിലേക്ക് SMS അയക്കും, ധൈര്യമായി ഇന്നൊരു അത്ഭുതം നടക്കുക. വീട് പട്ടിണിയാണെങ്കിലും, ആമീൻ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിലും, അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നെങ്കിലും കുടുംബത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ അകത്തൊരു ബലമുണ്ടാകും. സഹോദരി, നീ നിന്റെ ഭർത്താവിനെ ബലപ്പെടുത്തുന്ന സഹോദരിയാകട്ടെ. നിന്റെ കുടുംബം ജോലി കഴിഞ്ഞ് വരുമ്പോൾ സന്തോഷത്തോടെ എതിരേൽക്കുന്ന ഒരു ഭാര്യയായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തോടു കൂടി കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നൊരു സഹോദരിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഞാൻ ദൈവത്തിന്റെ ശക്തിയെ പകരുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഫാമിലിയായൊരു റിവൈവൽ ഉണ്ടാകുവാനിടയായി തീരും. കുടുംബമായൊരു റിവൈവൽ ഉണ്ടാകുവാനിടയായി തീരും. നിങ്ങൾ ശ്രദ്ധിച്ചോ, മനഃപൂർവ്വം കുടുംബത്തെ കഷ്ടപ്പെടുത്തുന്ന ഭാര്യമാരുണ്ട്, മനഃപൂർവ്വം കുടുംബത്തെ കഷ്ടപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ട്. അമ്മയുടെയും അപ്പന്റെയും വാക്ക് കേട്ട് ഭാര്യയെ തല്ലുന്ന ഒരു ഭർത്താവിനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. അമ്മ വന്ന് പറയും, ഒന്ന് കൊടുക്കട. ആ സമയത്ത് തന്നെ ഭാര്യ ആമേൻ അവന്റെ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതാണ്. പക്ഷെ ആ സമയത്ത് തന്നെ അടി തുടങ്ങും. മുഖത്തുകൂടി രക്തം പുറത്തേക്ക് വന്നാലും അടി നിർത്തുകയാൽ അവന് ഭാര്യയല്ല വലുത്, അവന് അമ്മയത്ര വലുത്. ആ ഭർത്താവിന്റെ പേര് ശപിക്കപ്പെട്ടവനെന്നത്ര. പ്ലീസ്, ഇന്ന് പകൽ ഞാൻ ദൈവസാന്നിധ്യത്തിൽ പറയുന്നു, 2 നില വീട് കണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കരുത്. ആമേൻ. വീട്ടിന്റെ മുമ്പിൽ കിടക്കുന്ന കാറ് കണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടരുത്. നിറം കണ്ട്, ഉയരം കണ്ട്, ഗ്ലാമർ കണ്ട് ആമേൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടരുത്. ആ വീട് ശപിക്കപ്പെട്ട വീടാണോ അനുഗ്രഹിക്കപ്പെട്ട വീടാണോ എന്നുള്ളത് മാത്രം ചിന്തിക്കുക. ശാപമുള്ള വീടാണെങ്കിൽ ആ നില എത്ര ഉയരത്തിൽ പൊക്കിയാലും, നിറം എത്ര വെണ്ണയാണെങ്കിലും ദയവായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചതിക്കരുത്. ഇതിനേക്കാൾ നല്ലത് അല്പം കൂടി വെയിറ്റ് ചെയ്യുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ചതിക്കുഴികൾ മാറിപ്പോകട്ടെ. എന്തോ ഞാൻ ആത്മാവിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് ആത്മാവിൽ ഇറങ്ങി വരികയാ. 13, 14, 15, 20, 25 വർഷങ്ങളായി തകരുന്ന കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രഹബത്ത് മീഡിയയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന വാക്യത്തിൽ നിങ്ങളുടെ ഭാര്യയുണ്ട്, നിങ്ങളുടെ ഭർത്താവുണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങളുടെ അമ്മാവിയപ്പനുണ്ട്, നിങ്ങളുടെ അമ്മാവിയമ്മയുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇതൊരു ഫാമിലി മെസ്സേജാണ്, ഇതൊരു കുടുംബത്തിന് വേണ്ടിയുള്ള മെസ്സേജാണ്. ആരോ കരഞ്ഞുകൊണ്ടത് കേൾക്കുന്നു, ആരോ നിലവിളിച്ചുകൊണ്ടത് കേൾക്കുന്നു, ആരോ വിങ്ങിപ്പൊട്ടിക്കൊണ്ടത് കേൾക്കുന്നു. ഇന്ന് പകൽ ഒരാളെങ്കിലും സാന്ത്വനപ്പെടുത്താൻ എന്റെ മേലുള്ള ആത്മാവിന് കഴിഞ്ഞെങ്കിൽ ഈ എപ്പിസോഡിൽ ഞങ്ങൾ മുടക്കുന്ന ആ വില, അത് ലാഭമത്രയെന്ന് ഞാൻ ദൈവത്തിൽ പ്രത്യാശിക്കുകയാ. ഇന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവമേ, ഈ എപ്പിസോഡിൽ കൂടി ഞാനല്ല പ്രസിദ്ധനാകേണ്ടത്, ഈ എപ്പിസോഡിൽ കൂടി പ്രസിദ്ധനാകേണ്ടത് അങ്ങയുടെ പവർ അത്രേ, അങ്ങയുടെ ശക്തി അത്രേ. ആരൊക്കെയോ പണിയപ്പെടുകയാ, ആരൊക്കെയോ പണിയപ്പെടുകയാ. ശബ്ദാരാധന. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇന്നും ഭർതൃഗൃഹത്തിൽ പോയി നിൽക്കുന്ന ഭർത്താക്കന്മാരുള്ളതിനാൽ ആമൻ തകരുന്ന ഭാര്യമാരെന്നെ കേൾക്കുന്നുണ്ട്. ആ ബന്ധനം അഴിയട്ടെ, ആ ബന്ധനം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ പാരമ്പര്യ ബന്ധനം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ശപിക്കപ്പെട്ടവന്റെ മേൽ പിശാച് വെച്ച് കെട്ടിയ ശാപത്തിന്റെ കെട്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ അഴിക്കുകയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഞാൻ എന്റെ വീട്ടിൽ പോകയെന്ന് പറയുന്ന ശപിക്കപ്പെട്ട വ്യക്തികളുണ്ട്. നീ ഇല്ലെങ്കിലും ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്ന ശാപം ചുമക്കുന്ന വ്യക്തികളുണ്ട്. ഈ എപ്പിസോഡ് ചിലതിനൊക്കെ വിരാമം കുറിക്കാൻ പോകുകയാ. ചില ഇരുണ്ട മേഖലകൾക്ക് വിരാമം കുറിക്കാൻ പോകുകയാ. ചില പൈശാചിക കാറ്റുകൾക്ക് വിരാമം കുറിക്കാൻ പോകുകയാ. ചില അടിത്തറകളെ ഇളക്കി മാറ്റാൻ പോകുകയാ. ആഭിചാരം ചെയ്യുന്ന അപ്പൻ, മന്ത്രവാദം ചെയ്യുന്ന അമ്മ, ഒരു വല്ലാത്ത മേഖലയിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞാലും മുമ്പോട്ട് പോകുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. അവിശ്വാസിയാകട്ടെ വിശ്വാസിയാകട്ടെ, ഇന്ന് പകൽ എന്നെ കേൾക്കുമ്പോൾ ഗർജിക്കുന്ന സിംഹം പോലെ നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ഗർജിക്കുകയാ. നിങ്ങളുടെ തലമുറകളുടെ ഭാവി നന്നായി കാണാൻ ആഗ്രഹിക്കാൻ ഇതുവരെ നിങ്ങൾക്ക് പറ്റാതെ വന്നെങ്കിൽ നിങ്ങളുടെ മേൽ വെച്ചു കെട്ടിയ വർഷങ്ങൾ പാരമ്പര്യമുള്ള ബന്ധനം ഈ പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പെൺകുഞ്ഞുങ്ങൾ മാത്രമുള്ള ഇടത്തുനിന്ന് വിവാഹം കഴിക്കുന്ന ആൺകുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം ആ പെണ്ണിന്റെ വീട്ടിലെ സ്വത്ത് മുഴുവനും അത്ര. കുഞ്ഞെ, സ്വത്ത് വരും പോകും,
സൗന്ദര്യം വരും പോകും, സ്നേഹം ഒരിക്കലും മുതിർന്നു പോകയില്ല. 1 or 2 ഡെലിവറി കഴിയുമ്പോൾ ഒരുപക്ഷെ കല്യാണ ദിവസത്തെ സൗന്ദര്യം നിലനിന്നില്ല എന്ന് വന്നേക്കാം. എന്നെ കേൾക്കുന്ന പലരും രഹസ്യമായി ഞെരുങ്ങുന്നുണ്ട്. അഴക് പിണക്കം, സൗന്ദര്യ പിണക്കം എന്നൊക്കെ നാം പറയാനുണ്ടല്ലോ പ്രിയരെ. ഇന്ന് പകൽ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ വളർന്നു വരുന്ന തലമുറയിലേക്ക് ആഞ്ഞുകൊത്തുന്ന വിഷസർപ്പമായി വരുമെന്നുള്ള ദുഃഖ സത്യം ഇന്ന് രാവിലെ പകൽ അറിഞ്ഞുകൊണ്ട് ആത്മാവിലെ ബന്ധനത്തെ അഴിക്കാൻ ആവശ്യമായ അഭിഷേക ഇന്ന് പകൽ ഞാൻ ഈ എപ്പിസോഡിൽ കൂടി നിങ്ങളിലേക്ക് പകരുകയാണ്. എന്റെ ഉള്ളം നിറയുന്നു ദൈവ സാന്നിധ്യത്താൽ. എന്റെ ഹൃദയത്തിനൊരു ഭാരം ഞാനിപ്പോൾ അനുഭവിക്കുന്നു. കാര്യം ഇത് കേൾക്കുകയല്ല, ചിലരിത് അനുഭവിക്കുകയാണ്. ഈ ഭാരം ചിലർ അനുഭവിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് യേശുവിന്റെ നാമത്തിൽ നോക്കിയാലോ പറഞ്ഞാലോ ഭാരത്തോടെ വീക്ഷിക്കുന്ന വീട്ടുകാർ ഒരുപക്ഷെ കൂടിന്റെ അകത്ത് അടയ്ക്കപ്പെട്ട കിളി പോലെ ഭവനത്തിന്റെ അകത്ത് പലരും ഭാരപ്പെടുന്നുണ്ട്. പുറത്തിറങ്ങുവാൻ അനുവാദമില്ല, തുറന്നൊരാളോട് സംസാരിക്കാൻ പറ്റുകയില്ല. സംശയ രോഗമുള്ള ഭാര്യ, സംശയ രോഗമുള്ള ഭർത്താവ്, ആരോടെങ്കിലും മിണ്ടിയാൽ, ആരോടെങ്കിലും സംസാരിച്ചാൽ, ടെലിഫോണിലാകട്ടെ നേരിട്ടാകട്ടെ ഭാരപ്പെടുന്ന ഭർത്താക്കന്മാർ, ഭാരപ്പെടുന്ന ഭാര്യമാർ. അയ്യോ, ശപിക്കപ്പെട്ട കുടുംബങ്ങൾക്കകത്തേക്ക് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഇത് പുതിയൊരു ജനറേഷൻ അത്രേ. ദൈവം നിനക്ക് തന്ന ദൈവിക തേജസ്, ആത്മാവിന്റെ ശക്തിയോടെ നയിക്കാൻ ദൈവം നിന്നോട് ആത്മാവിൽ ഇടപെടുമ്പോൾ ഇപ്പോൾ തന്നെ മനസ്താപപ്പെട്ട് സോറി പറയണമെങ്കിൽ സോറി പറയുക, താങ്ക്സ് പറയണമെങ്കിൽ താങ്ക്സ് പറയുക. ഭാര്യ പറയണം, നിങ്ങൾ എന്റെ ഭർത്താവായത് ഞാൻ അഭിമാനിക്കുന്നു. ഭർത്താവ് പറയണം, നിങ്ങൾ എന്റെ ഭാര്യയായത് ഞാൻ അഭിമാനിക്കുന്നു. ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ കൃപയുള്ള കുടുംബത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബില്ലി ഗ്രഹാം, ഭാര്യ രൂത്ത്, ആ കുടുംബ ജീവിതത്തെ കുറിച്ച് എന്റെ ആത്മീക പിതാവ് എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. അഭിഷിക്തൻ തന്റെ കുടുംബത്തെ വിവാഹത്തിന് വേണ്ടി കാണുവാൻ പോകുന്ന സമയത്ത് തന്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയോട് ഇപ്രകാരം പറഞ്ഞു, നിന്നെക്കാൾ അധികം ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുക. ആ സഹോദരി തിരിച്ചു പറഞ്ഞു, അങ്ങേ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ അങ്ങേക്കാൾ അപ്പുറമായി ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുക. അവർ രണ്ടുപേരും പറഞ്ഞത് വേറൊരാളെ കുറിച്ചല്ലായിരുന്നു, അവരെ വീണ്ടെടുത്ത പ്രാണനാഥനായ നസ്രായന യേശുവിനെ കുറിച്ച്. സഹോദരി, ഭർത്താവ് മാറ്റപ്പെടാം, കർത്താവ് മാറ്റപ്പെടുകയില്ല. സഹോദര, ഭാര്യ മാറ്റപ്പെടാം, എന്നാൽ കർത്താവ് മാറ്റപ്പെടുകയില്ല. കുഞ്ഞുങ്ങളെ, അപ്പനും അമ്മയും മാറ്റപ്പെടാം, മരണം വഴി മാറ്റപ്പെടാം, പക്ഷെ മരണമില്ലാത്ത ഒരുവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുക. അത് ക്രിസ്ത്യാനിറ്റിയുടെ വലിയ പ്രത്യാശയാതത്ര. ഞാൻ പഠിച്ച ബൈബിൾ സ്കൂളിൽ, ഞാൻ പഠിച്ച ബൈബിൾ സെമിനാരിയിൽ എന്റെ പഠിപ്പിച്ച പ്രായമുള്ള ഒരു അപ്പച്ചൻ, ഏതാണ്ട് 80 വയസ്സ് പ്രായമുള്ള അപ്പച്ചൻ, രാത്രി സമയം ഉറങ്ങുവാൻ സമയമാകുമ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ആദ്യം അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കും, കർത്താവേ, അമ്മച്ചിയെ എടുക്കുന്നതിന് മുമ്പ് എന്നെ എടുക്കണം, എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ ഭാര്യയെ എടുക്കരുത്, എനിക്ക് സഹിക്കാൻ പറ്റുകയില്ല. അപ്പച്ചൻ പ്രാർത്ഥിച്ചാമേൻ പറയുമ്പോ അമ്മച്ചി പ്രാർത്ഥിക്കും, കർത്താവേ, പപ്പയെ എടുക്കുന്നതിന് മുമ്പ് എന്നെ എടുക്കണം, പപ്പയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല. എന്തോരം ഇഴയടുപ്പമുള്ള കുടുംബങ്ങൾ. പ്രിയരെ, പിണങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ, വേദനപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, സാന്ത്വന വാക്ക് ഭർത്താവിന്റെ വായിൽ നിന്ന് കേൾക്കാത്തവരുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളുടെ മുറിവിനെ കെട്ടുവാൻ ഒറ്റയാൾക്കേ കഴിയുകയുള്ളൂ. അത് നസ്രായന യേശുവിനാണ്. നല്ല ശമരിയക്കാരനാണ്. അവന്റെ കയ്യിൽ എണ്ണയും വീഞ്ഞും ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ അവൻ സാന്ത്വനപ്പെടുത്തുകയാണ്. കരയാതെ, ഭാരപ്പെടാതെ, ഇനി കരയരുത്, ഇനി ഏങ്ങലടിക്കരുത്. നിങ്ങളുടെ ഏങ്ങലടി ഒരുപക്ഷെ കുടുംബത്തിന് ശാപമാകാം. നിങ്ങളുടെ തിരയടങ്ങാത്തതുപോലെയുള്ള ആ അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ശാപമാകാം. നിലവിളിക്കരുത്, ആ കണ്ണുനീർ ഒപ്പുക. നല്ലൊരു ഭർത്താവിനെ ഞാൻ പരിചയപ്പെടുത്താം. ഭാര്യയെ, ആ ഭർത്താവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അന്ന് അവൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ആ ഭർത്താവിന്റെ പേരത്രേ സർവശക്തനാകുന്ന ദൈവം, നസ്രായന യേശു. അവനെ കുറിച്ച് വായിക്കുന്നു, കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നവൻ. അങ്ങനെയെങ്കിൽ ഇനി മണ്ണിലുള്ള ഭർത്താക്കന്മാരെ, കർത്താവിന് നിങ്ങൾ നിഴലത്രേ. നിങ്ങളുടെ ഭാര്യയുടെ കണ്ണുനീർ തുടക്കാൻ നിങ്ങൾക്ക് പറ്റുക. അല്ല, ഭാര്യയുടെ കണ്ണുനീർ തുടക്കാൻ ഒരു ഭർത്താവിന് കഴിയുന്നില്ലെങ്കിൽ ആ ഭാര്യയോട് ഞാൻ കൈമാറട്ടെ. കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ഭർത്താവ് പ്രത്യക്ഷനാകാൻ പോകുക. അവന്റെ കരവിന്ന് പകൽ നിങ്ങളുടെ മേൽ തഴുകും. കണ്ണുകൾ അടയ്ക്കാം, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 18ാമത്തെ എപ്പിസോഡിൽ കൂടി നിങ്ങളെ സാന്ത്വനപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നടുവിലുണ്ട്. മയില വിധവയോട് സ്ത്രീയെ കരയണ്ട എന്ന് പറഞ്ഞവൻ ഏതോ സഹോദരിമാരോട് പറയുന്നു, കരയണ്ട. എന്നോട് ദൈവം പറയുന്നു, ഈ ശബ്ദം കേൾക്കുന്ന ചില കുടുംബങ്ങൾ അഖിലാവിന്റെയും പ്രിസ്കില്ലയുടെയും കുടുംബങ്ങൾ പോലെ ദൈവത്താൽ പണിയപ്പെടുവാൻ പോകുകയാ. ആരുടെയൊക്കെയോ കണ്ണുനീർ ഇറ്റിറ്റു വീഴുന്നത് ഞാൻ അറിയുന്നു. യേശുവിന്റെ നാമത്തിന്റെ വിടുതൽ ഇപ്പോൾ
സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുക, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ മാനിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ കണ്ണുനീർ ഓർക്കണമേ. അവർ തനിയെ കണ്ണുനീർ ഒപ്പുകയാ, എന്നാൽ ഈ എപ്പിസോഡിൽ നീ അവരുടെ കണ്ണുനീർ ഓർക്കണമേ. ആലീസ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ ദൈവം തൊടുകയാ. ഇനി നീ കരയണ്ട, ദൈവം നിന്നെ തൊടുകയാ. അവന്റെ കൈകൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം അവൻ തുടയ്ക്കുകയാണ്. സഹോദരി, പൊട്ടി പൊട്ടി കരഞ്ഞു, ഏങ്ങലടിച്ചു നീ കരഞ്ഞു. നിന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ കർച്ചീഫല്ല ഒപ്പിയെടുത്തത്, ആണിപ്പടുത്തുള്ള കരം ഒപ്പുകയായിരുന്നു. ഇപ്പോൾ തന്നെ ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ ജനത്തെ സ്പർശിച്ചാട്ടെ. എന്റെ ഹൃദയത്തിലേക്ക് ഒരു വലിയ ഭാരം ദൈവാത്മാവ് തരികയാ. സഹിച്ചു മടുത്തവരുണ്ട്, വിധവയായി തീർന്നിട്ട് ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട്, ആരും കൂടെയില്ലാതെ തകരുന്നവർ ഉണ്ട്. ഭർത്താവ് തിരോധാനം ചെയ്തത് മുഖാന്തരം ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ ആമേൻ, ഭാര്യയെ നോക്കാതെ മക്കളെ നോക്കാതെ മാറിപ്പോയത് കണ്ട് തകരുന്നൊരു മാതാവിനെ കേൾക്കുന്നു. ധൈര്യപ്പെടുക, യേശു നിങ്ങളുടെ ഫലം കൈക്ക് പിടിച്ചിരിക്കുക. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, താങ്ക് യു ലോർഡ് ജീസസ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ ജനത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർ വിടുവിക്കപ്പെടട്ടെ. കുടുംബത്തിനകത്തേക്ക് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധമാവേ, നീ അവരെ യൂസ് ചെയ്യുന്നതിന് മുമ്പേ പിശാച് അവരെ തട്ടി തകർത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ആ പിശാചിനോട് കൽപ്പിക്കുന്നു, മാറിപ്പോക, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോക. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ തൊട്ടേക്കരുത്. ആത്മാവിൽ ഞാൻ കമാൻഡ് ചെയ്യുകയാ, ആ കുടുംബങ്ങൾക്കകത്തുനിന്നും മാറിപ്പോ പിശാച്. കർത്താവേ, ഒരു ഉണർവിന് വേണ്ടിയുള്ളവരാ നിന്റെ കുഞ്ഞുങ്ങൾ. അവരെ കുടുംബമായി നിറയ്ക്കണമേ, അവരെ ഫാമിലിയായി ബ്ലസ് ചെയ്യണമേ. എൻടൈം റിവൈവൽ കപ്പിൾസ് റിവൈവൽ ആണല്ലോ. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ കുടുംബമായി യൂസ് ചെയ്യണമേ. ഭർത്താക്കന്മാരുടെ ഭാരം, ഭാര്യമാരുടെ ഭാരം, കുടുംബങ്ങളുടെ മുഴുവൻ ഭാരവുമായി അടിയൻ കർത്താവിന്റെ അടുക്കിലേക്ക് അടുത്തു വരികയാണ്. ഈ എപ്പിസോഡ് ആമേൻ പറയുന്നതിന് മുമ്പേ തന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് തൊടണമേ, തന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് തൊടണമേ. കർത്താവെ, ഉള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് അടിയൻ കൽപ്പിക്കുകയാ, അവരെ ദൈവരാജ്യത്തിന് വേണമപ്പ, അവരെ മരണത്തിനല്ല, അവരെ അകാല മരണത്തിനല്ല, യേശുവിന്റെ നാമത്തിൽ അവരെ ദൈവരാജ്യത്തിന് വേണം. യാത്രയിലെങ്കിലും മരണം മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവേ. ജീവിതം ഒന്ന് അസ്തമിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൊതിക്കുന്നവരുണ്ട് കർത്താവേ. ഇതിനേക്കാളും ഭേദം എന്നെ എടുത്തു എന്ന് പറഞ്ഞ് എലിയാവ് കരഞ്ഞതുപോലെ ചുരച്ചവരുടെ കീഴിൽ വട്ടം കിടക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് കർത്താവേ. ഇപ്പോൾ ദൂതനെ അയച്ച് അവരെ തൊടുന്ന കൃപയ്ക്കായി സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇപ്പോൾ തന്നെ അവരെ സ്പർശിക്കുന്നു. സ്വർഗം അവരെ തൊട്ട കൃപയ്ക്കായി സ്തോത്രം. ആത്മാവരുടെ മേൽ ഇറങ്ങിയതിനായി സ്തോത്രം. ഭർത്താവിന്റെ മേൽ, ഭാര്യയുടെ മേൽ, മക്കളുടെ മേൽ, മകന്റെ മേൽ, മകളുടെ മേൽ, അപ്പന്റെ മേൽ, അമ്മയപ്പന്റെ മേൽ, അമ്മയുടെ മേൽ, മാവിയമ്മയുടെ മേൽ, യേശുവിന്റെ നാമത്തിൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ശാപങ്ങൾ മാറട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ പിതാവേ. രഹോബോത്ത് വർഷിപ്പ് സെന്റർ പാമ്പാടി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ ക്രിസ്തീയ ആരാധനയും രോഗശാന്തി ശുശ്രൂഷയും പാസ്റ്റർ സാം ജോസഫ് ശുശ്രൂഷിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മുതൽ വിവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി കൗൺസിലിംഗ്. ഞങ്ങളുടെ വിലാസം രഹോബോത്ത് വർഷിപ്പ് സെന്റർ, പാമ്പാടി കണ്ടത്തിൽ ബിൽഡിംഗ്സ്, പാമ്പാടി, കോട്ടയം. ഫോൺ നമ്പർ 00919447103948 9847871556. Email ID samrahobot@gmail.com.